വിഡി, വെള്ളം തിളയ്ക്കുമ്പോ പാത്രം പൊള്ളൂന്നറിയാത്ത വിഡി. ഇതും കൂടി അറിയില്ലേ പിന്നെ നീ എങ്ങനെയാ ഒരു കുടുംബം പുലർത്താൻ പോണത്? എന്താ കൈ പൊള്ളിയതാ. ഇങ്ങടുത്താ, ഞാൻ ഉണ്ടാക്കാം. നീ ഉമ്മർത്ത് പോയിരിക്കെ, നന്ദേട്ട ഒറ്റയ്ക്ക് അവിടെ. ചൂടുണ്ട് ചൂടുണ്ട് ചൂടുണ്ട്. അതെനിക്കറിയില്ലേ. ആ, ഇവിടെ ഇപ്പൊ ഞങ്ങൾക്കിത് ശീലോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അച്ഛന്റെ വക, ഉച്ചക്കത്തെ ഊണ് എന്റെ ഊഴം, രാത്രിയിൽ എന്റെ രണ്ടാം ഊഴം. ചമ്മന്തി, കഞ്ഞി, ചുട്ട പപ്പടം. എന്തിനു പറയണ്, ഇവരടുത്തേക്ക് അറിയോ, ഞങ്ങളുടെ വയറിനൊക്കെ ഇപ്പൊ ബെസ്റ്റ് ടൈമാ. ഒരു സിംഗിൾ ഓംലേറ്റ് കഴിച്ച ഡബിൾ ആയിട്ട് പോവും. എന്ത് സുഖ. ഏയ്, എന്താ ഒരു ഗൗരവം? ഗൗരവോ? എന്ത് ഗൗരവം? ഗൗരവൊന്നുമില്ല. യാത്രയൊക്കെ കഴിഞ്ഞ് വന്നല്ലേ, നന്ദേട്ടന് വിശക്കുണ്ടാവും. ഞാൻ വിളിക്കാം. നന്ദേട്ട, ഊണ് കാലായിരിക്കണം. അച്ഛനും വേണു വെയിറ്റ് ചെയ്യണം നമ്മളെ. ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും എന്റെ അനിയനോടല്ലേ? നന്ദേട്ടൻ എന്റെ ഭർത്താവുന്നതിന് മുമ്പ് വേണു എന്റെ അനിയനാ. എങ്ങനെ പറയാന്നുണ്ട്, എങ്ങനെ പറയാതിരിക്കാന്നുണ്ട്. എന്താ വേണ്ടെന്നറിയാതെ നട്ടും തിരിയാ നന്ദേട്ടാ ഞാൻ. വരൂ. എന്റെ പ്രിപ്പറേഷനാ, എങ്ങനെയുണ്ടെന്ന് നോക്ക്. ഗൗരിയും കൂടി ഇരിക്കൂ. നിങ്ങളുടെയൊക്കെ കഴിയട്ടെ. മോഡേൺ പെയിന്റിങ്സിനെ കുറിച്ച് നന്ദേട്ടൻ എഴുതിയ ആർട്ടിക്കിൾ ഞാൻ വായിച്ചു, മനോഹരായിരുന്നു. രവിവർമ്മയുടെ കളർ സെൻസിനെ കുറിച്ച് അറിയാത്തവരാ ഇവിടെ വെസ്റ്റേൺ പെയിന്റിങ്സിനെ കുറിച്ച് ഘോരം പ്രസംഗിക്കുന്നത്. ഡാലിയും റംറാൻഡും വാൻഗോഗും ഒക്കെ ഇവർക്ക് മന്ത്രം പോലെയാ. അതിനപ്പുറത്തുള്ളവരെ കുറിച്ച് ഒന്നും അറിയില്ല. നിങ്ങൾ ഇങ്ങനെ ചോറിന്റെ മുമ്പിൽ സംസാരിച്ചിരുന്നാലോ? ഊണ് കഴിക്കേ. പ്രൊഫസർക്ക് ഇനി 2 മാസം കൂടി ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജോയിൻ ചെയ്യാം. ഒരു ജോലി അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, അന്നേ ഞാൻ പറഞ്ഞല്ലേ. ഈ ജോലിയും അത്ര പ്രശ്നമൊന്നുമല്ല, 2 മാസം വെയിറ്റ് ചെയ്താൽ മതി. ആ, ഗൗരവടുത്തി പുഷ്പടുത്തി കണ്ടിരുന്നു ഇന്നാള്. ഭയങ്കര പരിഭവത്തിലാ, കത്ത് എഴുതിയില്ല എന്നും പറഞ്ഞ്. നന്ദേട്ടാ, പുഷ്പേച്ചിയും ഇയാളും കൂടി ഒരു പണി ഒപ്പിച്ചു. പണ്ടാ പറയട്ടെ നന്ദേട്ടനോട്. രണ്ടാഴ്ച കൊണ്ട് നന്ദേട്ടന്റെ അതേ സീരിയസ്നെസ് കിട്ടിയിട്ടുണ്ട് ഗൗരിയടുത്തേക്ക്. ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തു? ഗൗരിയടുത്തി, ആഹാ, ഇന്നലെ എത്തിയില്ലേ? ഇതാ, ഇന്ന് ഇരുന്നാഴി പാൽ അധികം വേണമെന്ന് പറഞ്ഞയച്ചിരുന്നു. അമ്പലത്തിൽ പോണ വഴിയല്ല രാധേ? അല്ല, ഇത് കൊണ്ടുതരാൻ വന്നാ. ആ, 30 തിങ്കളാഴ്ചയല്ലേ ഇന്ന്? മംഗല്യഭാഗ്യത്തിന് നീ നോയമ്പെടുത്തിരുന്നതല്ലേ? 21 തിങ്കളാഴ്ച കഴിഞ്ഞപ്പോ? ഇല്ല, 14 നിർത്തി. ഭഗവതി പറഞ്ഞു മതിയെന്ന്. ആ, അത് പോട്ടെ, ഗൗരിയടുത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? എന്ത് വിശേഷ രാധേ? ഗൗരിയടുത്തിന്റെ വർത്തമാനം കേൾക്കാനാ ഞാൻ തന്നെ രാവിലെ വന്നത്. പറയൂ. പറയാനുള്ളത് ഒരു യക്ഷിയുടെയും ഗന്ധർവന്റെയും കഥ. അത് പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല. ഇത്ര ഉത്സാഹം ഇല്ലാണ്ട് ഗൗരിയടുത്തി ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. എന്താ ഗൗരിയടുത്തി വല്ല പ്രശ്നവും? അതാണ് അറിയാത്തത്. പ്രശ്നം ഉണ്ടെന്നറിഞ്ഞാ സങ്കടപ്പെടാം, ഇല്ലെന്നറിഞ്ഞാ സന്തോഷിക്കാം. ഉണ്ടോ ഇല്ലയോ എന്നറിയാത്ത അവസ്ഥയാ കഷ്ടം. വേണു എണീക്കാറായിട്ടുണ്ടാവും. ഞാൻ അവന് ചായ കൊണ്ട് കൊടുക്കട്ടെ? വേണു, വേണു, എനിക്ക് ദാ ചായ. ഗൗരിയടുത്തി, ഇന്നലെ വന്നപ്പോ മുതലേ ശ്രദ്ധിക്ക, ഗൗരിയടുത്തി ആകെ മാറിയിട്ടുണ്ട്. ചോദിക്കാതിരിക്കാൻ പറ്റണില്ല, നിങ്ങൾ തമ്മിൽ എന്താ ഉണ്ടായത്? ഒന്നുമില്ല. അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ നോക്കണ്ട. ഈ കണ്ണും മുഖം കണ്ടാൽ എനിക്ക് അറിഞ്ഞൂടെ? എന്തുണ്ടെങ്കിലും എന്നോട് പറയാറുള്ളതല്ലേ ഗൗരിയടുത്തി? ഒന്നുമില്ല മോനെ. ഗൗരിയടുത്തി, എന്നോട് നുണയം പറഞ്ഞു തുടങ്ങിയോ? ഞാൻ എന്താ ഇപ്പൊ നുണ പറഞ്ഞത്? സത്യം മാത്രമേ പറയാവൂന്ന് എന്നെ പഠിപ്പിച്ച ഗൗരിയടുത്തില്ലേ? ഉള്ളു തുറന്നെല്ലാം സംസാരിക്കാറില്ലല്ലേ നമ്മള്? എന്നിട്ടിപ്പോ ചിലപ്പോ വലിയ വീട്ടിൽ പോകുമ്പോ ആളുകൾ ഇങ്ങനെ മാറുമായിരിക്കും. എന്താണെങ്കിലും എന്നോട് പറഞ്ഞോളൂ, ഞാനില്ലേ ഗൗരിയടുത്തിക്ക്? അത് തന്നെയാണ് ഇപ്പൊ എന്റെ പേടി. എന്താ പറയാ, എങ്ങനെയാ പറയാന്ന് എനിക്കറിയില്ല. പറയാതിരുന്നാല് ഒരു സത്യം മറച്ചു വെക്കലാവും. എന്താ കാര്യം? എന്തായാലും ഞാനത് അറിയട്ടെ. ഒരിക്കൽ നീ ഏതായാലും ഇതറിയും. നേരത്തെ അറിയുന്നതാണ് ഒരു കണക്കിന് നല്ലത്. നന്ദേട്ടനും വീട്ടുകാരും ഒരു കാര്യം നമ്മളോട് മറച്ചു വെച്ചിരുന്നു. അമ്മു
സുഖമില്ലാത്ത കുട്ടിയാണ്. എന്താ അസുഖം? അപസ്മാരം. കുറെ കാലായി തുടങ്ങിയിട്ട്. ഗുളിക കഴിച്ച് രോഗം മാറിയെന്ന് കരുതിയിരിക്കായിരുന്നു അവര്. എന്നിട്ട് 2 ദിവസം മുമ്പ് ഞാൻ നേരിട്ട് കണ്ടു. ഇതെന്താ നമ്മളോട് പറയാതിരുന്നെന്ന് ഗൗരിയടുത്തോടെ ചോദിച്ചൂല്ലേ? അതിന്റെ പേരില് നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ? 1ഉം 2ഉം പറഞ്ഞു. അമ്മൂന്റെ കല്യാണം നടക്കുന്നുള്ള വിശ്വാസത്തിന്റെ പേരിലാണ് നന്ദേട്ടൻ എന്നെ കല്യാണം കഴിച്ചെന്ന് വരെ പറഞ്ഞു. അതിന്റെ അർത്ഥം? അർത്ഥം ഊഹിക്കാൻ നോക്കിയിട്ട് എനിക്ക് ഒരു ഉത്തരല്ല മോനെ കിട്ടുന്നത്. പല ഉത്തരങ്ങളാ. ഇപ്പൊ നീ ഒന്നും പറയണ്ട, സാവധാനം ആലോചിക്ക്. എന്നിട്ട് എനിക്കൊരു കത്തെഴുതിയിട്. ഓട്ടെ, അവിടെ ഇറങ്ങാൻ ധൃതി കൂട്ടാവും. ഞാൻ എന്തിനും തയ്യാറാണ്. നിന്റെ ഇഷ്ടമാണ് എന്നും എന്റെ ഇഷ്ടം. നേരം വൈകിയില്ലേ മീറ്റിങ്ങിന് പോണെന്ന് പറഞ്ഞിട്ട്? അമ്മുവിന്റെ കാര്യം നീ വേണുനോട് പറഞ്ഞു അല്ലേ? പറയാതിരിക്കാൻ കഴിഞ്ഞില്ല നന്ദേട്ടാ എനിക്ക്. എന്നിട്ട് വേണു കല്യാണത്തിന് തയ്യാറല്ലെന്ന് പറഞ്ഞു. അവനൊന്നും പറഞ്ഞില്ല. ആലോചിച്ച് സാവധാനം ഒരു തീരുമാനം എടുക്കട്ടെ. അമ്മൂന്റെ കാര്യം നേരത്തെ കുട്ടി പറയണതല്ലേ എല്ലാവർക്കും നല്ലത്. ആർക്ക് നല്ലത്? നിങ്ങൾക്കോ? ചെയ്തത് തെറ്റാണെന്ന് വെച്ചാൽ നന്ദേട്ടന് തോന്നുന്ന ഏത് ശിക്ഷ എനിക്ക് തരാം. ഒന്നുകിൽ തിരിച്ചെന്നെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കാം, അല്ലെങ്കിൽ എന്റെ ധർമ്മസങ്കടം ആരും എന്താ മനസ്സിലാക്കാത്ത? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാശ് വെച്ചു വന്നാൽ ഞാൻ എവിടെ നിർത്ത തരാനാ? അച്ഛൻ ഇങ്ങനെ പറഞ്ഞ അമ്മയുടെ തല്ലു വാങ്ങുന്നത് ഞാനാ. കാശ് കൊണ്ടല്ലാതെ അങ്ങോട്ട് ചെല്ലണ്ടെന്ന ഓർഡർ. ആ, അവളൊക്കത് പറയാം. ഉണ്ടായിരുന്ന കാശൊക്കെ പിഴിഞ്ഞെടുത്തിട്ടല്ലേ അവള് പടിയിറങ്ങി പോയേ. ഇപ്പൊ പണ്ടത്തത്ര കളിയില്ല. ഒരു കളിക്ക് വിളിച്ചിട്ട് കാലത്രേ. ഇതൊക്കെ അപ്പൊ അവനോട് പറഞ്ഞിട്ട് കാര്യം എന്താ ശേഖര? 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ പറഞ്ഞിട്ട് നേരത്തെ ഇങ്ങോട്ട് പോകുന്നു. എന്താ കുട്ടി ഒരു വല്ലായ്മ? സുഖമില്ലാന്നുണ്ടോ? ഏയ് ഒന്നുമില്ല. വിശേഷങ്ങളൊക്കെ അനിയനോട് പറഞ്ഞ് ഉറങ്ങാൻ നേരം ഉണ്ടായിട്ടുണ്ടാവില്ല. നന്ദം പോയതുകൊണ്ട് ഉറക്കം വരില്ല എന്ന് പറഞ്ഞു അമ്മു. ആ ഗൗരി, ദേ ശേഖരന്റെ കുട്ടിയാ. അണിയറയിലെ ദുഃഖം എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെയാ. ഉപേക്ഷിച്ചതാ. 2 മനസ്സുമായിട്ട് ഒരു കൂരയ്ക്ക് കീഴിൽ കഴിയുന്നതിനേക്കാൾ നല്ലത് പിരി തന്നെയാ. ഹായ്, എത്തിയോ മണവാട്ടി? അടിപൊളിയായിരുന്നോ യാത്രയൊക്കെ? ആ പിന്നെ ഈ നാത്തൂൻ എന്താ കൊണ്ടുവന്നിരിക്കണേ? മോൾക്ക് നല്ലൊരു സമ്മാനം വീട്ടിൽ പറഞ്ഞു വെച്ചിട്ട് എടുത്ത് വന്നിരിക്കണേ. ഇതെന്താ ഇത്? ഈ ചിലപ്പോ എങ്ങനെയാ മനുഷ്യന് മനസ്സിലാകാത്ത പോലെ സംസാരം. വാ. ആ ഗൗരിയടുത്തിമ്മ അറിഞ്ഞോ? ഇന്നലെ ഇവിടെ ഒരു കൈനോട്ടക്കാരി വന്നിരുന്നു. ഞാനും വെള്ളേച്ചും ഒക്കെ കൈ നോക്കിച്ചു. പിന്നീട് കാര്യം അറിയോ? എന്റെയും വെള്ളേച്ചിനും കൈരകളൊക്കെ ഒരുപോലാ. വെള്ളേച്ചിക്ക് സംഭവിക്കുന്ന ഒക്കെ എനിക്ക് സംഭവിക്കും. ഗൗരിയടുത്തമ്മേ, ആ പരമനെ പോലെ വേണോ എന്നെ തല്ലോ? ഹേയ് ഇല്ല, ഞങ്ങള് കഴിഞ്ഞ ജന്മത്തിലേ ഒന്നായവരാണെന്നാ ആ കൈനോട്ടക്കാരി പറഞ്ഞത്. കഴിഞ്ഞ ജന്മത്തില് ഞങ്ങക്ക് കുട്ടികൾ എത്രയെന്നറിയോ? 7, 4 ആണും 3 പെണ്ണും. ഈ വീട് നിറയെ കുട്ടികൾ വേണം. ചാട്ടിയും പിടിച്ച് കരയും ചിരിച്ചു കളിച്ച് ബഹളം ഉണ്ടാക്കും ഒക്കെ ചെയ്യുന്ന കുട്ടികള്. എന്തേ നിന്നാളഞ്ഞത്? ഏയ് ഒന്നുമില്ല. ആ വേറൊരു കൂട്ടുകൊണ്ട് കാണിക്കാൻ വാ. ആ ദേ നോക്കി. എങ്ങനെയുണ്ട്? ആൽബം നോക്കി വരച്ചതാ. ആ ഇല്ല, ഇത് എന്റെയാ. ഞാൻ ആർക്കും തരൂല.